അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസ്ഹാബി അജ്മൈൻ അമ്മാബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ വളരെയധികം തൽപരരാണ്. നമ്മുടെ സമയവും ആരോഗ്യമൊക്കെ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ വലിയ വലിയ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഇപ്പോൾ നിങ്ങളിപ്പോൾ അടുത്ത ദിവസം കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു കുട്ടി, ഒരാൺകുട്ടി, പ്രായപൂർത്തിയാവാത്തൊരാൺകുട്ടി, അവനെ സ്വവർഗരതിക്ക് വേണ്ടി ധാരാളം പുരുഷന്മാർ, ഏകദേശം 10-14 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 10-14 ആളുകൾ 2 വർഷമായി നിരന്തരമായി കുട്ടിയെ ജില്ലക്ക് പുറത്തും ജില്ലക്ക് അകത്തൊക്കെ വെച്ച് പല സ്ഥലത്ത് വെച്ചിട്ടും ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തിയിട്ട് അതിപ്പോൾ അടുത്തെന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ മാത്രമാണ് അത് ഉമ്മയും വീട്ടുകാരും അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്ന ഒരു കുട്ടി, ആ അവസ്ഥ എന്തുകൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നു എന്നത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ സംരക്ഷിക്കുന്ന ഒരു കുട്ടിയെ ഇത്രയും അപകടകരമായ രൂപത്തിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടും അതറിയാനും മനസ്സിലാക്കാനും കഴിയുന്നില്ലെങ്കിൽ എന്തോ ചില പ്രശ്നങ്ങൾ നമ്മുടെ രക്ഷകർത്തത്തിലുണ്ടല്ലോ. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ പരിചയങ്ങളും ബന്ധങ്ങളൊക്കെ ആ കുട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുമ്പോഴും അവനിടയ്ക്ക് മിസ്സാവുമ്പോഴൊക്കെ എവിടെയാണ് എന്നതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ളതാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മുടെ കുട്ടികളെ വല്ലാതെ നശിപ്പിക്കും. അവർ ഇത്തരത്തിലുള്ള പിന്നെ സംഭവങ്ങൾ അവരെ അത്തരം സ്വഭാവക്കാരാക്കി മാറ്റുക മാത്രമല്ല, മാനസികമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഇപ്പോൾ പിന്നെ ഹോസ്റ്റലുകളിലൊക്കെ വളരെയധികം ജാഗ്രതയോടുകൂടെ, പ്രത്യേകിച്ച് ഒരു +1 +2 കുട്ടികളൊക്കെ താമസിക്കുന്ന ഹോസ്റ്റലുകളാണെങ്കിൽ വളരെ ജാഗ്രതയോടുകൂടെ ഹോസ്റ്റലിൻ്റെ അധികൃതരും രക്ഷിതാക്കളൊക്കെ വളരെ ജാഗ്രത പാലിക്കണം. ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള അവിഹിതങ്ങളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ഇത്തരം വ്യഭിചാരങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ മാറ്റിയെടുക്കൽ വളരെ പ്രയാസമാണ്. അവരുടെ വിവാഹ ജീവിതം പോലും ഭാവിയിൽ പ്രയാസകരമായി വരുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാകും. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്തരത്തിലുള്ള പിന്നെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മനസ്സാക്ഷി കുത്തുണ്ടായിരിക്കും. ഭയങ്കരമായൊരു ഡിപ്രഷൻ വരത്തക്ക വിധത്തിൽ ഞാൻ ഇത്രയും അധികം തെറ്റുകളൊക്കെ ചെയ്തു പോയല്ലോ എന്നതിൻ്റെ ഭയങ്കരമായ കുറ്റബോധം ഉണ്ടാകും. കാരണം ഇതൊക്കെ തെറ്റുകളൊന്നും ചെയ്യാത്ത, അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ ഇതിൽ ചെന്ന് പെടാനുള്ള സാധ്യതകൾ വളരെ വരും. ഇതൊക്കെ ആളുകൾ ചതിച്ചും വഞ്ചിച്ചും കൊണ്ടുപോയി ട്ടാണിത് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഏതൊരാളും ഇതിലെന്ത് ചെയ്യും, അകപ്പെട്ടു പോകും. അപ്പോൾ ആ ഒരു കുറ്റബോധത്തോടുകൂടെ മനസ്സ് തകർന്നു പോകാൻ ഈ തെറ്റുകൾ കാരണമാകും. മറ്റൊന്ന്, അവരിത്തരം ഒരു സ്വഭാവത്തിലേക്ക് വന്നാൽ പിന്നെ അവർക്ക് എന്താ പറയുക, ഭാവിയിൽ അവരുടെ ലൈംഗിക ജീവിതത്തിലൊക്കെ ഈ ഇത്തരത്തിലുള്ള ഹോമോസെക്സ് പോലുള്ള സംഗതികളെ അവർക്ക് സാധ്യമാവുള്ളൂ. അപ്പോൾ പിന്നെ അവർക്കൊരു വിവാഹവുമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ അവർക്ക് കഴിയാത്ത സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാകും. അവിടെ നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം, വെറുതെ സംശയിക്കല്ല. അതേപോലെ അവരെവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ കോളേജിൽ നിന്നൊക്കെ ചില കുട്ടികൾ അനുവാദം ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ പാരൻസിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഇവനിങ്ങനെ ഇവിടുന്ന് നേരത്തെ പോരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ അറിയിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞേക്കുക. കാരണം ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എവിടെയും നമ്മുടെ കുട്ടികൾ എവിടെയാണെന്നും എന്തിലിടപെടുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ജാഗ്രത നമുക്ക് വേണം. ഇടയ്ക്ക് അവിടെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവരെവിടേക്കെല്ലാം പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടും വഴിതെറ്റിരിക്കപ്പെട്ടിട്ടും നമ്മൾ അറിയാതെ പോകുന്നുവെങ്കിൽ അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണെന്ന് തിരിച്ചറിയുക. അള്ളാഹു നമ്മുടെ കുട്ടികളെ നേർവഴിയിൽ നടത്താൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.